പെരിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാക്കൾ പുറത്തേക്കിറങ്ങുകയാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 5 വർഷം തടവിന് ശിക്ഷിച്ച 4 പേരുടെ ശിക്ഷ ഹൈക്കോടതി ഇന്ന് മരവിപ്പിച്ചു. കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് CPM. കേസിൽ ശിക്ഷിക്കപ്പെട്ട് 5-ാം ദിവസമാണ് CPM നേതാക്കളുടെ മോചനം. ശിക്ഷ മരവിപ്പിക്കണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. 5 വർഷത്തെ തടവു മാത്രമായതിനാലാണ് വേഗത്തിൽ ശിക്ഷ മരവിപ്പിച്ച് കിട്ടിയത്. KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് ജയിൽ മോചിതരാകുന്നത്. പെരിയ കേസിലെ 2ാം പ്രതി സജി C ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതിനാണ് CPM നേതാക്കളെ വിചാരണാ കോടതി ശിക്ഷിച്ചത്. 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയായിരുന്നുവെങ്കിൽ ഇവർക്ക് വിചാരണാ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. എന്നാൽ 5 വർഷം ശിക്ഷ നൽകി CPM നേതാക്കളെ കോടതി ജയിലിലേക്ക് വിട്ടു. പെരിയ കേസിലെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കും വരെ ഇവർക്ക് ജാമ്യത്തിൽ തുടരാൻ കഴിയും. സാധാരണ നിലയിൽ 8 വർഷം വരെ ഇതിനെടുക്കാറുണ്ട്. ശിക്ഷ വിധിച്ചത് തെറ്റായ നടപടിയാണെന്നാണ് അപ്പീലിൽ ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തെളിവില്ലാതെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ റദ്ദാക്കണമെന്നും ഹർജിയിലുണ്ട്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി CBI അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചു. അതേസമയം ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച 10 പ്രതികൾ ഇതുവരെ അപ്പീൽ നൽകിയിട്ടില്ല. ഇവരുടെ ഹർജികൾക്കൊപ്പമാകും CPM നേതാക്കളുടെ അപ്പീലിലും ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുക. അതിനിനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും. വിധി സ്വാഗതം ചെയ്യുകയാണ് CPM. സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഗൂഢാലോചന എന്ന കാര്യം CBI കോടതി തന്നെ അംഗീകരിച്ചിട്ടില്ല. തുടർ നടപടിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. 7 കൊല്ലം വരെ ശിക്ഷ വിധിക്കാൻ ഉള്ള ഒരു കേസായിരുന്നു. ആ നിയമ പോരാട്ടവും നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ സ്റ്റേ കിട്ടിയ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം പഠിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയി പാർട്ടി മുമ്പോട്ട് പോകും. കോടതി ഉത്തരവിനെതിരെ കുടുംബവും രംഗത്തെത്തി. കുറ്റക്കാരായി കണ്ടെത്തിയല്ലോ. അപ്പോൾ ഇവരെ ഒരു കൊലയാളികളാണല്ലോ, പുറത്താണെങ്കിലും അകത്താണെങ്കിലും. പക്ഷേ അത് പുറത്തുനിന്ന് ഇവരെ അപ്പീൽ പോകുന്നതിലുള്ള വിഷമവും അതിൻ്റെ പ്രയാസവും നമുക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.